ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. അലയുന്നവരോട് അസാധാരണമായ അനുഭാവം പുലർത്തിയൊരാൾ എന്ന നിലയിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിക്കപ്പെടും എന്ന വാചകത്തോടെയാണ് ഫാദർ ബോബി ജോസ് കട്ടിക്കാട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്നുള്ള അനുസ്മരണക്കുറിപ്പ് തുടങ്ങുന്നത്. ഒരുപക്ഷെ മാർപ്പാപ്പയുടെ ജീവിതത്തെ ആകെ ആറ്റിക്കുറുക്കി എഴുതിയ ഒരു കുറിപ്പായി, ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളായി ഈ വാചകം തോന്നി. കാരണം ബൈബിളിൽ പറയുന്ന ദ ലാസ്റ്റ്, ദ ലീസ്റ്റ്, ദ ലോസ്റ്റ് എന്ന 3 വാക്യങ്ങളുടെ മിശ്രണമായിരുന്നു മാർപ്പാപ്പയുടെയും ജീവിതം. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗം മുതൽ അവസാനമായി അദ്ദേഹം നൽകിയ സന്ദേശം വരെ അതിനുദാഹരണമാണ്. ആദ്യ പ്രസംഗം ഇങ്ങനെയായിരുന്നു: ഇപ്പോൾ നാം പാപ്പായും അജ്വഗണവും നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്ര എല്ലാ സഭകളുടെയും ജീവകാരുണ്യത്തിനു വേണ്ടിയാകണം. സാഹോദര്യം, സ്നേഹം, വിശ്വാസം എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കണം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും വേണ്ടി സാഹോദര്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിറ്റു കരുണ അത് ലോകത്തെ നീതി നിറഞ്ഞതും ഊഷ്മളവുമാക്കും എന്നായിരുന്നു പാപ്പയുടെ വിശ്വാസം. ആ കരുണയുടെ ആദ്യ അവകാശികളാകേണ്ടത് ദ ലാസ്റ്റ്, പിൻനിരയിലുള്ളവർ, പിന്തള്ളപ്പെട്ടവർ, പുറത്താക്കപ്പെട്ടവർ. ദ ലീസ്റ്റ്, ഏറ്റവും താഴ്ന്നവനെന്ന് മുദ്രകുത്തപ്പെട്ടവർ, അവഗണിക്കപ്പെട്ടവർ, അരികുവൽക്കരിക്കപ്പെട്ടവർ. ദ ലോസ്റ്റ്, പരാജിതർ, നഷ്ടപ്പെട്ടവർ, ഒന്നുമില്ലാത്തവർ. അവരോടുള്ള കരുണ, അനുതാപം, ചേർത്തുപിടിക്കൽ ഇതായിരുന്നു പാപ്പയുടെ ജീവിതത്തിലുടനീളം. കോവിഡ് കാലത്തെ കാഴ്ചകളെ മുൻനിർത്തി പുതിയ ലോകത്തെക്കുറിച്ച് ലെറ്റ് us ഡ്രീം ദ പാത്ത് ടു എ ബെറ്റർ ഫ്യൂച്ചർ എന്ന പുസ്തകത്തിൽ പാപ്പ പറയുന്നുണ്ട്, കോവിഡിനൊപ്പം അനീതിയുടെയും അസമത്വത്തിന്റെയും സ്വാർത്ഥതയുടെയും വൈറസിനെ കൂടി നശിപ്പിക്കേണ്ടതുണ്ട് എന്ന്. വാസ്തവത്തിൽ കോവിഡിന്റെ വൈറസിനെ തുരത്താൻ നമ്മൾ മരുന്ന് കണ്ടുപിടിച്ചെങ്കിലും അനീതിയുടെയും അസമത്വത്തിന്റെയും സ്വാർത്ഥതയുടെയും വൈറസിനെ തുരത്താനുള്ള മരുന്ന് നമുക്കിനിയും കിട്ടിയിട്ടില്ല എന്ന സങ്കടം പാപ്പയുടെ തുടർന്നുള്ള സന്ദേശങ്ങളിലുണ്ടായിരുന്നു. ഇതിനോട് കൂട്ടിച്ചേർക്കാൻ സെൽഫി സംസ്കാരത്തെക്കുറിച്ച് പാപ്പ പറഞ്ഞ മനോഹരമായ വാചകം എടുത്തു പറയാം: ചുറ്റുമുള്ളവരുടെ കണ്ണുകളും മുഖങ്ങളും കൈകളും ആവശ്യങ്ങളും കാണുക, അതിലൂടെ സ്വന്തം മുഖവും സാധ്യതകൾ നിറഞ്ഞ സ്വന്തം കരങ്ങളും കാണുക എന്നായിരുന്നു. ഒരുമിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ലോകം പണിയുക എന്ന സന്ദേശം. ഈ പറഞ്ഞതിനർത്ഥം പാപ്പയുടെ സന്ദേശങ്ങൾ പുതുതലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം പഴഞ്ചനായിരുന്നു എന്നല്ല. അവരോട് അവരുടെ ഭാഷയിൽ പാപ്പ സംസാരിച്ചു. മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും കാലത്തെ, അല്ലെങ്കിൽ ഡിജിറ്റൽ കാലത്തെ തലമുറയോട് പാപ്പ പറഞ്ഞു, മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാവുന്ന ആപ്പല്ല സന്തോഷം. മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടെങ്കിലും നിങ്ങൾക്ക് സന്തോഷം വാങ്ങാൻ കഴിയില്ല. അതിന് കാരണം സന്തോഷം എങ്ങും വിൽപ്പനയ്ക്ക് വച്ചിട്ടില്ല എന്നത് തന്നെ. മാത്രമല്ല, ശരിയായ മാർഗം തിരഞ്ഞെടുക്കാനുള്ള വരദാനമാണ് നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം. അതല്ലാതെ നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യാനുള്ള അവകാശമല്ല. നോക്കൂ, നിങ്ങളെപ്പോഴും നെറ്റ്വർക്കിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഫോണിൽ, ടാബിൽ, ലാപ്പിൽ ഡേറ്റയില്ലാതെ, ഇന്റർനെറ്റ് ഇല്ലാതെ, നെറ്റ്വർക്കില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷെ ഓർക്കുക, കുടുംബം, ഇടവക, സ്കൂൾ എന്നിവ ഉൾപ്പെടുന്ന നെറ്റ്വർക്കിലായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക എന്ന്. 12 വർഷം ഫ്രാൻസിസ് പാപ്പ സഭയെ നയിച്ചു. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായിരുന്നു. ഈശോ സഭയിൽ നിന്നുള്ള ആ പദവി അലങ്കരിച്ച ആദ്യത്തെയാളും. 266 മാർപ്പാപ്പയായി 2013 മാർച്ച് 13 തെരഞ്ഞെടുക്കപ്പെട്ട ബ്യൂണസ് ഐറിസ് ബിഷപ്പ് ഹോർഹെ മാരിയോ ബെർഗോഗ്ലിയോ ഭൂമിയിലെ ദരിദ്രർക്കും ആരോരും ഇല്ലാത്തവർക്കൊപ്പമാണ് താനെന്ന് പ്രഖ്യാപിച്ചു. അശരണർക്കായി അവരിൽ ഒരുവനായി ജീവിച്ച അസീസിയിലെ വി ഫ്രാൻസിസിന്റെ പേര് തന്റെ ഔദ്യോഗിക നാമമായി ബെർഗോഗ്ലിയോ സ്വീകരിച്ചു. കോർപ്പറേറ്റ് ദുരയെയും സാമൂഹിക സാമ്പത്തിക അസമത്വത്തെയും നിശിതമായി വിമർശിച്ചു. സഭാ നേതാക്കൾ എളിമയുള്ളവരായിരിക്കണമെന്ന് ഉത്ബോധിപ്പിച്ചു. ശാസ്ത്രത്തെ ശാസ്ത്രമായി കണ്ട പാപ്പയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതിക്കായി 180 പേജുള്ള ചാക്രിക ലേഖനം തന്നെ എഴുതി. അഭയാർത്ഥികളോട് സഹാനുഭൂതിയും കരുണയും കാട്ടണം എന്ന് അഭ്യർത്ഥിച്ചു. അലിവിനെയും ആർദ്രതയും കുറിച്ച് ഉദ്ഘോഷിച്ചപ്പോഴെല്ലാം തടവുകാരെയും മനുഷ്യക്കടത്തിന് ഇരയായവരെയും സ്മരിച്ചു. ഈസ്റ്റർ ദിന സന്ദേശത്തിലും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചത് ഗാസയിലെയും യുക്രൈനിലെയും മറ്റിടങ്ങളിലെയും യുദ്ധബാധിതരെക്കുറിച്ചാണ്. പുരോഹിതരുടെ ലൈംഗികാതിക്രമത്തിലൂടെ സഭയ്ക്കേറ്റ കളങ്കത്തിന് നടപടികളിലൂടെ പരിഹാരം കാണാൻ ശ്രമിച്ചു. വിവാഹത്തെക്കുറിച്ചുള്ള പരമ്പരാഗത കത്തോലിക്ക ഉത്ബോധനങ്ങളിൽ നിന്നും വ്യതിചലിച്ചില്ലെങ്കിലും വ്യത്യസ്ത ലൈംഗികാഭിരുചികളുള്ളവരെ ഭൂതദയോടെ കണ്ടു.
സഭയിലും സമൂഹത്തിലും സ്ത്രീകളുടെ പദവി അംഗീകരിച്ചു. പ്രബോധനങ്ങളിലെ വിപ്ലവാത്മകതയുടെ പേരിൽ ഇടതുപക്ഷക്കാർ തങ്ങളിൽ ഒരാളായി അദ്ദേഹത്തെ കണ്ടു. എന്നാൽ ലിബറലെന്നോ യാഥാസ്ഥിതികനെന്നോ സ്വയം നിർവചിച്ചില്ല പാപ്പ. ഏവരെയും ചേർത്ത് പിടിച്ച, ഏവരാലും ചേർത്ത് പിടിക്കപ്പെട്ട മാർപ്പാപ്പ വിട പറയുമ്പോൾ അദ്ദേഹത്തിന് നൽകാനുള്ള ഏറ്റവും വലിയ ആദരം അല്ലെങ്കിൽ അന്ത്യാഭിവാദനം അദ്ദേഹത്തിന്റെ വാക്കുകളെ ഹൃദയത്തിൽ ചേർത്തുവയ്ക്കുക എന്നതാണ്. ഒരിറ്റു കരുണ അത് ലോകത്തെ നീതി നിറഞ്ഞതും ഊഷ്മളവുമാക്കും എന്ന വാക്കുകൾ.